നമ്മളെ വാസുകണ്ഠൻ ചെയ്തത് ഇത്ര വലിയ തെറ്റാണ്. ശബരിമലയിൽ ബിന്ദു അമ്മിണീനെ കയറ്റിയത് നവോത്ഥാനത്തിൻ്റെ പരമായിട്ടല്ലേ? സ്വർണം ചെമ്പാക്കണത് നവോത്ഥാനമല്ലേ? ഓരോരോ മാറ്റങ്ങളല്ലേ നവോത്ഥാനം. അത് കാണുമ്പോഴേക്ക് ഇത്ര അധികം കുരു പൊട്ടേണ്ട ആവശ്യമുണ്ടോ? എന്താ ഈ മീഡിയക്കാരൊക്കെ പറയണത്? ഇതൊന്ന് കണ്ടു നോക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ്, ഒപ്പം തന്നെ AKG സെന്റർ ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന വിശ്വസ്തനാണ് എൻ വാസു. CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റാകുന്നു, വിജിലൻസ് ട്രൈബ്യൂണലിലേക്ക് വരുന്നു. പിന്നാലെ PK ഗുരുദാസൻ എക്സൈസ് മന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രി ഓഫീസിൽ സ്റ്റാഫായി എത്തുന്നു. ആ വകുപ്പിലെ തന്നെ പ്രധാനിയായി മാറുന്നു. ഒരു സങ്കീർണ ഘട്ടത്തിൽ ശബരിമല യുവതി പ്രവേശന വിവാദ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണും പൂട്ടി ദൗത്യമേൽപ്പിച്ച വിശ്വസ്തൻ കൂടിയാണ് എൻ വാസു. അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ കവർച്ച, ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് വാസു ചുക്കാൻ പിടിച്ചതെന്നതാണ് ഇതുവരെ SIT പുറത്തുവിടുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് സംസ്ഥാന പോലീസിന്റെ ഒരു നേട്ടമായി ഉയർത്തിക്കാട്ടേണ്ടതല്ല, മറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. SIT ഇതുവരെ നടത്തുന്ന അന്വേഷണത്തിലൊക്കെ പൂർണ്ണ സംതൃപ്തിയാണ് ഹൈക്കോടതി പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ബാഹ്യ ഇടപെടലുകൾ പാടില്ല എന്ന് ഹൈക്കോടതി കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഹൈക്കോടതി കൃത്യമായി ഓരോ ദിവസത്തെയും നടപടികൾ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കുന്നത് കൊണ്ട് ഇതുപോലുള്ള വമ്പന്മാർ ജീവിതകാലത്ത് കൈവിലങ്ങ് വീഴില്ല എന്ന് ഉറപ്പിച്ചവരൊക്കെ തന്നെ ഒന്നൊന്നായി പിടിയിലാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു നീക്കം കൂടിയാണ്. കാരണം ഒരു കാലത്തും ഈ അഴിമതി പുറത്തു വരില്ല, ഈ കള്ളക്കവർച്ച പുറത്തു വരില്ല, തങ്ങൾ പിടിയിലാകില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചവരാണ്. ഈ സർക്കാരിന്റെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിച്ചവരാണ്, സംരക്ഷണവും അനുഭവിക്കുന്നവരാണ് ഇപ്പോൾ കൈവിലങ്ങണിഞ്ഞുകൊണ്ട്. അത് മുരാരി ബാബു ആണെങ്കിലും, സുധീഷ് കുമാർ ആണെങ്കിലും, ഉണ്ണികൃഷ്ണൻ പോറ്റി ആണെങ്കിലും, ഏറ്റവും ഒടുവിൽ എൻ വാസു ആണെങ്കിലും ഇപ്പോൾ ജയിലറയ്ക്കുള്ളിലേക്ക് എത്തുന്നത്, കോടതി മുറിയിലേക്ക്